നമസ്കാരം. നമസ്കാരം. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് മൊത്തം മാധ്യമങ്ങൾ, എല്ലാ മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് വി ഡി സതീശനെ കുറിച്ചാണ്. വി ഡി സതീശൻ നുണയനോ എന്നുള്ള വലിയ ടാഗ് ലൈനിലാണ് മുഖ്യധാര മാധ്യമ പ്രവർത്തകരെല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ടാറ്റയുമായി ബന്ധപ്പെട്ട് ഏകദേശം 1000 ഷിപ്പ് നിർമ്മാണത്തിന് 1000 കോടി രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. 10,000 കോടി രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നായിരുന്നു. അപ്പം അതിനെതിരെ എന്താ പറയുക, പല മാധ്യമങ്ങൾ രംഗത്ത് വരുന്ന അത്തരത്തിലുള്ള ചർച്ച വന്നിട്ടില്ല എന്നുള്ളത്. പിന്നീട് ടാറ്റയുടെ ചില നേതാക്കന്മാർ തന്നെ ഔദ്യോഗികമായി പറഞ്ഞത് ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചയോ ഒന്നും നടന്നിട്ടില്ല, ഞങ്ങളെ കാര്യം തീരുമാനിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളത് അവർ തന്നെ ഒഫീഷ്യലി പറയുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് മാധ്യമങ്ങളെല്ലാവരും പറയും സതീശൻ എന്താ പറയുക വലിയ നുണയനാണ്, ഒരു നടക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. തള്ള് മാത്രമാണല്ലോ. മാത്രമല്ല ഈ പറഞ്ഞ പോലെ സൈബർ മീഡിയയിൽ CPM പല സൈബർ ഹാൻഡിൽസും അതെ സാധനം ഏറ്റെടുക്കുന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ സതീശന് കാലുവാരാൻ പല നേതാക്കന്മാരുണ്ട്. അത് മറ്റൊരു വിഷയം, ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. എന്നിരുന്നാൽ പോലും കോൺഗ്രസിനുള്ളിൽ നിന്നും CPM നിന്നും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും ചില പത്രപ്രവർത്തനങ്ങളടക്കം എല്ലാവരും മുമ്പത്തെ പേജിൽ തന്നെ കൊടുത്ത സാധനം ഇതായിരുന്നു: സതീശൻ എന്താണ് കേരളത്തോട് നുണ പറയുന്നു, അല്ലെങ്കിൽ വഞ്ചിക്കുന്നു, ഇത്തരത്തിലുള്ള ടാഗ് ലൈൻസ് ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ നടന്നതാണെന്നുള്ള അപ്പൊ നമുക്ക് പിന്നെ PK കുഞ്ഞാലിക്കുട്ടി നമുക്ക് അതിന്റെ പടം നമ്മൾ സ്ക്രീനിൽ കൊടുക്കാം ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാൽ പോലും ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു കാര്യം, ഈ പറഞ്ഞ പോലെ അതിന് തെളിവ് സഹിതം ടാറ്റയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന ഒരു ഫോട്ടോ അദ്ദേഹം പരസ്യമായി പുറത്തോട്ട് വിട്ടു. ഈ വിഷയം ബന്ധപ്പെട്ട് സതീശനൊന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളത്. കുഞ്ഞാലിക്കുട്ടിയാണ് ഏറ്റവും അവസാനം സതീശന് ഒരു കവചം നിർത്തുകൊണ്ട് രംഗത്ത് വന്നത്. സതീശൻ ഈ പറഞ്ഞ പോലെ സതീശൻ നുണ പറയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അതിന് പ്രതികരിക്കാനോ അല്ലാന്നോ ആണെന്നോ ഒന്നും പറയാൻ അദ്ദേഹം പോയില്ല. അദ്ദേഹം അവിടെ നിശബ്ദനായി നിന്നു. പക്ഷെ അതിന് മറുപടി വന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടി ഫോട്ടോ പരസ്യമായി പുറത്തോട്ട് വിടുന്നു. ഇത്തരത്തിൽ ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ടാണ് സതീശൻ ഈ കാര്യം പറഞ്ഞത് എന്നുള്ളതും എന്തുകൊണ്ടാണ് ടാറ്റ പിന്നീട് ഈ സാധനം തിരുത്തി പറഞ്ഞതെന്ന് അറിയില്ല എന്നുള്ള കാര്യം കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സതീശൻ ഈ പറഞ്ഞ പോലെ വലിയ നുണയനാണോ അതല്ല തള്ളിമറിക്കുകയാണോ? ഇതൊന്നുമല്ല ടാറ്റയ്ക്ക് തെറ്റ് പറ്റിയതാണോ? അതല്ല ഈ പറഞ്ഞ പോലെ സൈബർ ഹാൻഡിൽസ് പറയുന്നതാണോ സത്യം? എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്? അല്ല, സതീശനെ ഒരു രാഷ്ട്രീയ യുദ്ധത്തെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് സതീശനെ എതിർക്കുന്നവർക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്, ബോധ്യമുണ്ട്. സതീശൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു വാദപ്രവാദത്തിലോ സംവാദത്തിലോ സതീശൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ആരും തന്നെ തൽക്കാലം കേരള രാഷ്ട്രീയത്തിൽ ഭരണപക്ഷത്തുമില്ല, പ്രതിപക്ഷത്തുമില്ല, BJPയിലും ഇല്ല. ഇവിടെ സതീശൻ്റെ ഈ വളർച്ച സതീശൻ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ഇമേജസ് ഉണ്ട്. ആ ഇമേജ് വളരുന്നത് സതീശൻ വളരെ മാത്രമല്ല ഗുണം ചെയ്യുന്നത്, കോൺഗ്രസിന് ഗുണം ചെയ്യും. പക്ഷേ കോൺഗ്രസിലെ അല്പന്മാരായ പല നേതാക്കന്മാർക്കും, അല്ലെ പ്രതിപക്ഷത്തെ അല്പന്മാരായ പല നേതാക്കന്മാർക്കും അത് ദോഷകരമായി ബാധിക്കും. അപ്പോൾ സതീശൻ്റെ ഈ ഇമേജ് തകർക്കാനുള്ള പലരുടെ ആവശ്യം. കോൺഗ്രസിൽ തന്നെ സതീശനെ ഇല്ലായ്മ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവരുടെ അവരൊരു വശത്തോടെ ശ്രമിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഇവിടെ ഈ സംഭവം വന്നിരിക്കുന്നത്. എന്ത്? സതീഷ് 10,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടാറ്റ കേരളത്തിൽ നടത്താമെന്ന് പറഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ വ്യവസായ ഭൂപടം മാറാൻ പോകുന്നു. ഇങ്ങനെ സതീശൻ്റെ കുറേ അനൗൺസ്മെൻറ്റുകളാണ് വന്നിരിക്കുന്നത്. അതിന് കൊടുത്ത പ്രാധാന്യം പിറ്റേ ദിവസം അത് നിഷേധിച്ചുകൊണ്ട് ടാറ്റയുടെ ചില ഉദ്യോഗസ്ഥന്മാരുടേതായി പ്രസ്താവന വന്നു. അതിന് കൊടുത്ത ആ നിഷേധത്തിന് കൊടുത്ത പ്രാധാന്യം ഭയങ്കരമാണ്. അതെ, എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും ഫ്രണ്ട് പേജിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു എന്നുള്ളവർ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ല. പക്ഷേ നിഷേധത്തിന് കൊടുത്ത പ്രാധാന്യം ഭയങ്കരമാണ് ടാറ്റയുടെ ഉദ്യോഗസ്ഥന്മാർ. നെഗറ്റീവ് ന്യൂസിന് ഭയങ്കര കവറേജ് ഉള്ള സ്ഥലം. രണ്ട്, സതീശനേക്കാൾ കൂടുതൽ ടാറ്റയുടെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ പറ്റുന്ന 2 വിഭാഗം നേതാക്കളെ കേരളത്തിലുള്ളൂ. അപ്പോൾ പിണറായി വിജയൻ വിചാരിച്ചാൽ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം ഒന്ന് BJP ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് ആയിരിക്കണം. കോൺഗ്രസ് തന്നെ ഹൈക്കമാൻഡ് ആയിരിക്കണം. കാരണം കർണാടകത്തിലും തെലങ്കാനയിലൊക്കെ കോൺഗ്രസിന് ഇപ്പോഴും ഭരണമുണ്ടല്ലോ. അപ്പോൾ ടാറ്റയുടെ കുറേ ഉദ്യോഗസ്ഥന്മാരെ വേണേൽ സ്വാധീനിക്കാൻ പറ്റും. അത് ആര് മുഖാന്തരം സ്വാധീനിച്ചാൽ നമുക്ക് ഊഹിച്ചെടുക്കാനേ പറ്റും. അപ്പോൾ സതീശനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടാറ്റയുടെ കയ്യിൽ തന്നെ മേടിക്കുകയാണ്. ഇവർ നാളെ ഇത് വീണ്ടും ചർച്ചാ വിഷയവും. ഇതാരാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്, എന്തിനാണ് പുറത്തുവിട്ടതെന്നുള്ള പ്രശ്നം വരും. അത് കണ്ടുപിടിക്കാൻ പറ്റും. സതീശന് അധികാരസ്ഥാനത്ത് ഇരിക്കുന്ന ആളാണല്ലോ. ഇത് ടാറ്റ കമ്പനിയിൽ പോലും ചില പ്രശ്നങ്ങളുണ്ടാകും. ആ കൂട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് BJP നേതാക്കൾ, CPM ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാണ്. കോൺഗ്രസ് BJP നേതാക്കൾ കണക്ക് പറയേണ്ടി വരും എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. പിന്നെ നമ്മുടെ മാധ്യമപ്രവർത്തനത്തിൻ്റെ എത്ര തരംതാണ്, അത് പിണറായി വിജയൻ പറയുന്നത് ചിലപ്പോൾ ശരിയായിരുന്നു. എത്ര തരംതാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത്. ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ള നേതാക്കന്മാർ ഇത് ഭയങ്കര ഗർജിക്കുകയാണ്. എത്ര ക്രെഡിബിലിറ്റി ഇതായിരുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പോട്ട് എന്തിനു വേണ്ടിയാണ് നടത്തില്ല ആ മനുഷ്യൻ പിണറായി വിജയന് വേണ്ടി പറയാൻ തുടങ്ങി. അത് അവസാനം സതീശനെ എതിർക്കുക എന്നുള്ള ഒറ്റ ടാർഗറ്റേ ഉള്ളൂ. എന്താ സതീശൻ ചെയ്ത് തെറ്റ്? പറയട്ടെ. തെറ്റിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ അത് ഏതെങ്കിലും മാധ്യമങ്ങൾ സതീശനെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ തയ്യാറായിട്ട് ആരുണ്ട്? കോൺഗ്രസിലെ
കുറേ വിഭാഗങ്ങളുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്ന അലോഷ്യസ്, അങ്ങനെയുള്ള കുറേ പേര് ചേർന്ന് സതീശനെ നശിപ്പിക്കാൻ നോക്കുന്നു. പക്ഷേ ഇത് എടുത്തു പിടിച്ചവർ, ഈ 10,000 കോടിയുടെ ടാറ്റയുടെ പ്രൊജക്റ്റിൽ സതീശൻ കള്ളം പറഞ്ഞു എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ നോക്കിയവർ ഉറപ്പായിട്ടും കേരളത്തിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. കേരളത്തിൻ്റെ ശത്രുക്കൾ എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നാളെ ഒരു കമ്പനി, ടാറ്റ കമ്പനി ഒരു ഡിസ്ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റ് കമ്പനിക്കാരും വിചാരിക്കുകയല്ലേ അവരെന്തിനാണ് വയ്യാവിലേക്ക് വരുന്നത്. ഇവിടുന്ന് കേരളത്തിന് പുറത്തേക്കാണ് തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ സ്ഥലമൊക്കെ കിട്ടും, വ്യവസായത്തിന് സൗകര്യവും കിട്ടും. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ തരംതാണ രാഷ്ട്രീയക്കളിൽ നിൽക്കുന്നവർ. അപ്പോൾ ഇവിടുത്തെ വ്യവസായവൽക്കരണത്തെ നിരുത്സാഹപ്പെടുത്താനുള്ള ഒരു ശ്രമമുണ്ട് അതിൻ്റെ അകത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിരുത്സാഹപ്പെടുത്തൽ എവിടെ എത്തും ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ മാധ്യമപ്രവർത്തനമാണ് ഇവിടെ നമ്മൾ പ്രതിക്കൂട്ടി നിൽക്കുന്നത്. ഈ വാർത്ത മാത്രം കണ്ടാൽ മതി. വീണ്ടും വാർത്തകളുണ്ട്. മാതൃഭൂമി തന്നെ ഒരൊറ്റ പത്രം എടുക്കുന്നതിൻ്റെ കാര്യം ഒരു പത്രത്തിൽ പോലും മാതൃഭൂമി പോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തമുള്ള പത്രം എന്നാണ് പറഞ്ഞത്. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന പത്രം എന്നാണ് പറഞ്ഞത്. കേശവമേനോനൊക്കെ പത്രാധിപരായിരുന്ന പത്രമാണ്. പക്ഷേ ആ പത്രം ഇന്ന് കാണിക്കുന്നത് കുറേ മൂന്നാം കിട തരികിട പത്രപ്രവർത്തകരെ വെച്ചുകൊണ്ട് ആരെ തെറി പറഞ്ഞാലാണ് കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടുന്നത്, വായനക്കാരെ കിട്ടുന്നത് എന്നുള്ള നോട്ടാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്ന ആ വാർത്ത. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു വാർത്തയുടെ കൗണ്ടർ കൊടുക്കുമ്പോൾ അത് വളരെ ചരമക്കോളത്തിൽ കൊടുക്കുന്ന പോലെ അപ്രധാനമായിട്ടാണ് ഈ പത്രക്കാരൻ കൊടുത്തത്, ആ മാധ്യമപ്രവർത്തനം കൊടുത്തത്. അല്ല, പല മാധ്യമങ്ങളിൽ പറഞ്ഞ പോലെ സതീശനെന്ന് കുറ്റം പറയാൻ മുമ്പിൽ ഫ്രണ്ട് പേജിൽ തന്നെ വലിയ തരത്തിലുള്ള ഫോട്ടോസ് അടക്കം വെച്ച് ടാഗ് ലൈൻ വെച്ച് കൊടുക്കുന്നു. സതീശൻ കേരളത്തോട് നുണ പറയുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ പേര് എടുത്ത് പറയുന്നത്. പക്ഷെ പല മുഖ്യധാര മാധ്യമങ്ങളും ഈ വിഷയത്തിൽ ചർച്ച ചെയ്തായിരുന്നു. ഇന്ന് അതിപ്പോൾ കുഞ്ഞാലിക്കുട്ടി നല്ല പരസ്യമായിട്ട് യഥാർത്ഥത്തിൽ ചർച്ച നടന്നതാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ അത് എല്ലാ മാധ്യമങ്ങളും മറച്ചു വെക്കുന്നു. ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കേണ്ട അവരെ സാധനം ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ പേജിലോ മൂന്നാമത്തെ പേജിലേക്ക് ഒരു സൈഡിൽ ഒരു കോർണറിലായി കൊടുക്കും. റിപ്പോർട്ടർ ചാനലോ കൈരളിയോ 24 പോലുമോ ഇങ്ങനെ കൊടുത്താൽ നമുക്ക് അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അവരുടെ തൊഴിൽ അതാണ്, അവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ പാരമ്പര്യം. മറിച്ച് മാതൃഭൂമി പോലൊരു ചാനൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴാണ് കുറച്ചുകൂടെ വ്യത്യാസം വരുന്നത്. ഇപ്പം മനോരമ ഒരു പർട്ടിക്കുലർ ലൈനുണ്ട്. മനോരമ ഇന്ന രീതിയിൽ ഏറെക്കുറെ ഒരു പരിധി വിട്ട് കള്ളത്തരം പറയല്ല, എന്നാൽ പോലും വ്യാഖ്യാനങ്ങൾ വരും. മാതൃഭൂമിയിൽ ഏറ്റവും നിഷ്പക്ഷമായിട്ട് നിൽക്കും നമ്മളിപ്പോൾ കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന 2 മാധ്യമങ്ങൾ, ഒന്ന് ഏഷ്യാനെറ്റും 2 മാതൃഭൂമിയും. പക്ഷെ മാതൃഭൂമി പോലും മാതൃഭൂമി അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, മാതൃഭൂമിയുടെ ടോപ്പ് മാനേജ്മെൻറ്റ് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. പക്ഷേ മാതൃഭൂമിയിലെ പല റിപ്പോർട്ടർമാരും എങ്ങനെയാണ് ആരുടെയെങ്കിലുമൊക്കെ പിണിയാണുകളായി മാറിയിട്ടുണ്ട്. എനിക്കൊന്ന് മറ്റൊരു കാര്യം ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ടാറ്റയും ഒരുപക്ഷെ പേടിക്കുന്നുണ്ടാവും. കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ IT സെക്ടറിനപ്പുറം IT സെക്ടർ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഇൻഫോ പാർക്കും ടെക്നോ പാർക്കൊക്കെ വന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബായി കേരളം മാറുന്നു. പക്ഷെ യഥാർത്ഥത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഹൈദരാബാദ്, കർണാടക അവരൊക്കെ എത്രയോ 10-100 ബാംഗ്ലൂരുണ്ട്. അതിനുശേഷം കർണാടക, ഹൈദരാബാദ് കയറി വന്നു. അതെ, അപ്പം കേരളത്തിൽ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ കൊച്ചിയുടെ പുറത്ത് ഭാഗത്തും തിരുവനന്തപുരത്തിന്റെ ഒരു സൈഡിലും കോഴിക്കോടിന്റെ ഒരു ഭാഗത്തൊഴികെ വേറെ എവിടെയും ഇത്തരത്തിലുള്ള വലിയ IT ഹബ്ബൊന്നും നമുക്കില്ല. അല്ല, അതിലിപ്പോൾ ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കൂടംകുളം പോലെ ഒരു ആണവ നിലയം കേരളത്തിൽ ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല. കറണ്ട് വേണം, ആണവ നിലയം സമ്മതിക്കില്ല, അല്ലാതെ കറണ്ട് ഉണ്ടാക്കിക്കോണം. അതിന് മറ്റൊരു വശം ഞാൻ ആ വിഷയത്തോട് ഞാൻ വന്ന് കാഴ്ചപ്പാടാൻ പറഞ്ഞു. പക്ഷെ അത് അത്രത്തോളം ഡേഞ്ചർ പിടിച്ചൊരു സംഭവമാണ്. അത് കയ്യാബദ്ധം മതി, കേരളം ജനത ഇല്ലാണ്ടാവും. ചെർണോബിലുണ്ട്, കൂടംകുളമുണ്ട്. ചെർണോബിൽ പോലൊന്നും ആവില്ല, അതിനും മേലെയായിരിക്കും ഈ പറഞ്ഞ പോലെ ഈ റിയാക്ടറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ. അപ്പം കാരണം ന്യൂക്ലിയർ ആണ്, നമുക്ക് ഇതിന്റെ റേഡിയേഷൻ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് ഇന്ന് അതിനുള്ള സെറ്റിങ്സ് ഒന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. പോയി പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു രക്ഷയില്ല, ഭൂമിക്ക് പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ റഷ്യൻ പ്രസിഡന്റിന്റെ വിമാനത്തിനൊഴികെ ബാക്കി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. റഷ്യൻ പ്രസിഡന്റ് വിമാനം ഉണ്ടാക്കിയത് ഇത്തരത്തിലുള്ള റേഡിയേഷനെ തകർക്കുക. അപ്പം എന്തിരുന്നോട്ടെ, അത് മറ്റൊരു വശമാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിലോട്ട് എനിക്കൊണ്ട് ഇൻവെസ്റ്റിലോട്ട് ഇപ്പം ഇവിടെ ആരും അത്ര വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഒന്ന്. ഇവിടുത്തെ ടെറൈൻ ജോഗ്രഫിക്കൽ കാര്യം പല ആൾക്കാരും പറയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ലേബർ, അതായത് തൊഴിലാളി വർഗ ഈ ആൾക്കാരുണ്ടാവുമല്ലോ, ലേബർ കോസ്റ്റ് ഉണ്ട്, ലേബർ ഡിമാൻഡ്സ് ഉണ്ട് വേറെ. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ അവിടുത്തെ യൂണിയന്റെ ആൾക്കാർ, അവരൊക്കെ വലിയ തരത്തിലുള്ള പ്രശ്നമാണ്. പല കാര്യങ്ങളും ഇവിടെ വരുമ്പോൾ അവരാദ്യം സമരം ചെയ്യും. ഭൂമിയുടെ കാര്യത്തിലും പല കാര്യങ്ങൾ, ഇറക്കുമതിയുടെ കാര്യത്തിലൊക്കെ അവരാദ്യം പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ബാബുവിന്റെ കിറ്റെക്സ് പോലത്തെ പലതും തെലങ്കാന അദ്ദേഹത്തോട് പലതരത്തിൽ വിയോജിപ്പുണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ പല സാധനങ്ങളും തെലങ്കാനയിലോട്ട് പോകാൻ കാരണം ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ടാറ്റയൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മുഖ്യധാര ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ ബാധിക്കാനുള്ള കാരണം കേരളം അത്ര സേഫ് അല്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായിട്ടുണ്ട്. ടാറ്റ ഇങ്ങോട്ടൊന്ന് ചർച്ച ചെയ്യുകയോ ചെയ്യാതിരിക്കുമോ, വേറെ എന്തെങ്കിലും കാപ്പ് കുടിക്കുന്ന കാര്യമോ, നമുക്ക് കേരളത്തിലെ ചായ നല്ലതാണെന്ന് പറയുന്നതോ, അല്ലെ ഹാൻഡ്ലൂം നല്ലതാണെന്ന് പറയുന്നതോ, പെണ്ണുങ്ങൾക്ക് യാത്ര ചെയ്യാൻ സൗകര്യം കൊടുത്ത് നല്ലതെന്ന് പറയും, ആ ചർച്ചയല്ല ആണെങ്കിൽ പോലും ടാറ്റയും സതീശനുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിഷയം.
ചർച്ച ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫോട്ടോസ് ഇപ്പോൾ പുറത്തു വന്നല്ലോ. അല്ല, അത് ചർച്ച ചെയ്യുന്ന ഫോട്ടോ വന്നു. അവരല്ലെന്ന് പറയണം, ടാറ്റയുടെ ആൾക്കാരല്ലെന്ന് പറയണം. ഈ ടാറ്റ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞവനെ പറ്റി ഇപ്പോഴും വിവരമില്ല ആരാന്ന് കൃത്യമായിട്ട്. ഏത് അവർ ചുമതലപ്പെടുന്ന PROമാരുണ്ടല്ലോ, ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണെങ്കിൽ അവർ ടാറ്റയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ആണ്, അവരുടെ PRO ത്രൂ പബ്ലിക് ഇതിലേ വരുള്ളൂ. അങ്ങനെയാണോ വന്നിരിക്കുന്നത് എനിക്കറിയത്തില്ല. അല്ല, ഇതൊരു മാധ്യമമാണ് പുറത്തുവിട്ടത്. മാധ്യമം പുറത്തുവിട്ടു, എക്കണോമിക് ടൈംസ് പുറത്തുവിട്ടു. മാധ്യമം വഴി വന്ന വാർത്തയത്. ആദ്യം ബ്ലൂബർഗ് എന്ന് പറഞ്ഞ സാധനം പുറത്തു, പിന്നീട് ബ്ലൂംബർഗ് ഇന്റർനാഷണൽ സർവേ നടത്തുന്ന പാർട്ടികൾ, എക്കണോമിക് സർവേയുടെ വലിയ കുഴപ്പമില്ലാത്തൊരു ടീമാണ് അവർ. ബ്ലൂംബർഗ് ആദ്യം അവരാണ് ഈ സാധനം പറയുന്നത്, പിന്നീട് പറഞ്ഞ പോലെ പല എന്താ പറയുക മെയിൻ സ്ട്രീം മാധ്യമങ്ങളും ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ പുറത്തോട്ടാണ്. ടാറ്റയെ ഇവിടുന്ന് ഒഴിവാക്കേണ്ട ആവശ്യം ഇതിനും ഈ ഇതേ പ്രൊജക്റ്റിനെ ട്രൈ ചെയ്യുന്ന അദാനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികളിലോ കാണുന്നത്. അവർക്ക് കേരളത്തിൽ നിന്ന് ടാറ്റയെ ഒഴിവാക്കണം എന്ന് ആഗ്രഹമെങ്കിലോ അതിനിവിടെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ കൂട്ടുപിടിച്ചാൽ പോരെ. ടാറ്റയെ ഇവിടുന്ന് ഒഴിവാക്കണമെങ്കിൽ വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞാൽ ടാറ്റയെ ചീത്തയാക്കിയിട്ട് വേറെ മൂന്നാരെ കടന്നു വരത്തില്ലേ. അതിന് പല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. കോർപ്പറേറ്റ് രംഗത്ത് അത്തരം ഓപ്ഷൻസ് ഫലപ്രദമായിട്ട് എല്ലാവരും ഉപയോഗിക്കും, എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കും, എല്ലാ കമ്പനികളും ഉപയോഗിക്കും. അതിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കണം ഇത്. എന്നാൽ പോലും ഇവിടെ നമ്മൾ കോൺഗ്രസിലെ ചില രാഷ്ട്രീയ നേതാക്കൾ പോലും സതീശനെ ഇതിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ കയറ്റി നടത്താനാണ് നോക്കുന്നത്. ഇന്നത്തെ വാർത്തകളൊന്ന് കാണണ്ട്, എന്നിട്ട് അതിനെപ്പറ്റി ഒരു പ്രതികരണം പറ. സതീശൻ തന്നെയാണ് ഈ മനപ്പുറം സതീശൻ്റെ സ്വപ്നത്തിൽ വിരിഞ്ഞ കാര്യമൊന്നുമല്ല. ടാറ്റ വരുന്നു, നമ്മുടെ പോർട്ട് തുടങ്ങുന്നു, ടയർ ഫാക്ടറി തുടങ്ങുന്നു, ഇങ്ങനെ പല കാര്യങ്ങളും. ടാറ്റ പോർട്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയത്. അപ്പോൾ അത് ഒരു വാർത്ത, ആ വാർത്ത ഇടുകയും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് സതീശൻ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുകയും ചെയ്തു. അപ്പോൾ ചീത്തയായത് സതീശനല്ലേ ശരിക്കും. അത് തിരുത്തി പറയാൻ മാധ്യമങ്ങൾ മാത്രം തയ്യാറായി പോരാ, ആ വാർത്ത സത്യമാണെന്ന് വിശ്വസിച്ച് അതിനെപ്പറ്റി കമൻറ്റ് നടത്താൻ പോയ ഏത് പത്രപ്രവർത്തകനാണെങ്കിലും അവനാദ്യം മാപ്പ് പറയണം. ഉണ്ണി ബാലകൃഷ്ണനാണെങ്കിലും ആരാണെങ്കിലും അതിന് മാപ്പ് പറയാൻ ബാധ്യസ്ഥരാണ്. അതായിരിക്കണം പത്രപ്രവർത്തകൻ്റെ ധർമ്മം. തെറ്റെല്ലാവരും പറ്റും, പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞാൽ തെറ്റാണത് അംഗീകരിക്കുക എന്നുള്ളൊരു സാധനമാണ്. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു, അങ്ങനെ അംഗീകരിച്ച കേസുകളുണ്ട്. എല്ലാവരും ഇല്ല, എത്രയോ പേരുണ്ട്. ഇപ്പോഴാണ് പലതും തെറ്റ് വരുന്നില്ലേ. ജയറാം മെഡിക്കലിൻ്റെ കാര്യത്തിലും ചാര കേസിൻ്റെ കാര്യത്തിലും കരുണാകരൻ്റെ പേരിലുള്ള കേസൊക്കെ ഇപ്പോഴാണ് ഓരോ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള പരാതികളുടെ കാര്യത്തിലും ഇപ്പോഴാണ് ഓരോ പത്രപ്രവർത്തനം മാധ്യമ പ്രവർത്തനമൊക്കെ പറയൂ അന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റി. എപ്പോഴാണ് പറയുന്നത്? അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കി സത്യസന്ധമായി പ്രതികരിക്കാൻ ഇനിയെങ്കിലും കേരളത്തിൻ്റെ പുതിയ ക്ലൈമറ്റ് ജനങ്ങൾ അവെയറാണ്. നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അവെയറാണ്. അവർക്ക് തീരുമാനങ്ങളുണ്ട്, അവരാ തീരുമാനം എടുക്കും. അതുകൊണ്ട് അത്രയും നേരത്തെ തങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തറപ്പിച്ച് പറയണം, ടാറ്റ കമ്പനിയുടെ ഇന്ന ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ന സ്ഥലത്ത് വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്, നടന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇത് തെറ്റായ ഫോട്ടോയാണ്, AI ക്രിയേറ്റഡ് ഫോട്ടോയാണെന്നൂടെ പറഞ്ഞാൽ സംഭവം തീർന്നില്ലേ? അങ്ങനെ ആകാമല്ലോ. അപ്പോൾ അത്രയും ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ.